ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ ഗണിത മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ എ സി ഈക്വൽ ടു ബി സി ആണ്, ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആണ്. കോൺ സി സമം 60 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എ സി എന്ന് പറയുന്നത് ഏതാണ്? എ സി എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. ഇത് എന്ന് പറയുന്നത് ഇതിനോട് സമമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും സമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് രണ്ടും 5 സെൻറ്റിമീറ്റർ ആണല്ലേ. 5 സെൻറ്റിമീറ്റർ ആണെന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇവിടെ ഉള്ളത് 60 ഡിഗ്രി ആണെന്ന് അവിടെ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ എ ബി എന്ന് പറയുന്ന ഇത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് എത്രയാണെന്ന് നമ്മൾ എഴുതണം. നമ്മൾ പറഞ്ഞു ഇത് രണ്ടും 5 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരു ത്രികോണമാണ്. ത്രികോണത്തിൻ്റെ 3 ഭാഗങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ എ ബി എന്ന് പറയുന്നതും 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി അടുത്തത് കോൺ എ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ ഒരു കോൺ സി മാത്രമേ നമുക്ക്, ഈ കോൺ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ അല്ലേ. ഇനി കോൺ എ കണ്ടുപിടിക്കണം. നമുക്ക് ഒരു കാര്യം നമുക്ക് അറിയാം, ഇത് മൊത്തം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യമേ ചെയ്യേണ്ടുള്ളൂ. എന്ത് ചെയ്യണം? 180 ഡിഗ്രി 180 മൈനസ് 60 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. അപ്പോൾ 60 ഡിഗ്രിയാണ്. കോൺ എ എന്ന് പറയുന്ന ഈ കോണും 60 ഡിഗ്രിയാണെന്ന് മനസ്സിലായി. ഈ കോണും 60 ഡിഗ്രിയാണ്. എങ്കിൽ മാത്രമേ ഇത് മൊത്തം 180 ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും 5 കുറച്ചാൽ 100 കിട്ടും. സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് കണക്കാക്കേണ്ടത്? നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു സംഖ്യയുടെ 5 മടങ്ങിൽ നിന്നും 5 കൂട്ടും അല്ലേ. അപ്പോൾ നമ്മൾ സംഖ്യയെ 100 എന്ന് വിചാരിക്കുക. അപ്പോൾ 100 + 5 എത്രയാണ്? 105 ആണ്. 105 ആണ്. ഇനി ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ആ സംഖ്യയുടെ 5 അല്ലേ, 5 കുറച്ച് കഴിഞ്ഞാൽ എത്രയാവും എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 മടങ്ങിൽ നിന്നും കുറക്കാം. അപ്പോൾ 105ൽ നിന്നും നമുക്ക് 5 മടങ്ങ് കുറക്കാം. 105 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 21 ആണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 21 എന്ന് നമുക്ക് കിട്ടും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ചിത്രത്തിൽ MNOPQ എന്ന് പറയുന്നത് ഒരു പഞ്ചഭുജമാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്താണ്? സമപഞ്ചഭുജമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കോൺ OPQ ആണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. അപ്പോൾ പഞ്ചഭുജത്തിൻ്റെ ആകെ കോണുകളുടെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 540 ഡിഗ്രിയാണ്. ഓക്കെ, 540 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വശമാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. OPQ എന്ന ഈ PU ആണ് കണ്ടെത്തേണ്ടത്. ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 540 വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 540നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 540 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 108 ഡിഗ്രി എന്നായിട്ട് വരും. 108 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിട്ടുള്ളത് കോൺ ONR ആണ്. ONR എന്ന് പറയുന്നത് ഏതാണ്? ഈ കോണാണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം ഇത് ഇത്രയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇവിടെ കൂടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇതൊരു ത്രികോണമായിട്ട് കിട്ടും അല്ലേ. അപ്പോൾ ത്രികോണത്തിൻ്റെ ആകെ കോണളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇനി അതുമാത്രമല്ല, നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ഇതിലെ ഒരു കോൺ എന്ന് പറയുന്നത് 108 ആണെന്ന് നമുക്കറിയാം അല്ലേ. കാരണം ഇതെന്താണ്? ഈ കോൺ എന്ന് പറയുന്നത് ഈ പഞ്ചഭുജത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് 108 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ 180ൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? 180ൽ നിന്നും 180 ഡിഗ്രി മൈനസ് 108 ചെയ്താൽ ഈ ഒരു കോണിൻ്റെ അളവ് നമുക്ക് ലഭിക്കും. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 72 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. മനസ്സിലായില്ലേ? ഇതെന്താണ്? ഇത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിനെ നമുക്ക് ത്രികോണമായിട്ട് കണക്കാക്കാം. ത്രികോണത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് 180 ആണ്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കോൺ O എന്ന് പറയുന്നത് സമപഞ്ചഭുജത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 108 ആണ്. അതുകൊണ്ട്
180 നിന്നും 108 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോണിൻ്റെ അളവ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 72 എന്ന് കിട്ടി. ഈ കോണളവ് 108 എന്ന് കിട്ടി. ഇനി ബാലൻസ് എത്രയാണോ ഉള്ളത് അതായിരിക്കും ഈ കോണ് എന്ന് പറയുന്നത്. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. നാലാമത്തേത്, ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളും ഒരേ അംശബന്ധത്തിലാണ്. ഇത് ഏത് തരം ത്രികോണമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, മട്ട ത്രികോണം. ഏതാണ്? 3 കോണുകളും തുല്യമാണ്. അവിടെ അടയാളപ്പെടുത്തേണ്ട ഏതാണ്? 3 കോണുകളും ഒരേ അംശബന്ധത്തിലാണ്. അത് ഏത് കോണാണ് കൂട്ടുകാരെ? സമഭുജ ത്രികോണമാണ്. ഓക്കെ, ഈ ത്രികോണത്തിൻ്റെ ഒരു കോണളവ് എത്രയായിരിക്കും? എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും. സമപഞ്ചഭുജത്തിൻ്റെ കോണളവ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്. ഇവിടെ തന്നിട്ടുള്ളത് എ 5 -3 = സമം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം മൈനസ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ്? അത് പ്ലസ് ആയിട്ട് മാറും, അഥവാ 5 + 3 ആയിട്ട് മാറും. അപ്പോൾ എത്രയാണ്? 8 ഉത്തരം എന്ന് പറയുന്നത്. ഇനി 10 + -10 ആണ്. ഇവിടെ 10 + എന്നതിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഈ പ്ലസ് എന്ന് പറയുന്നത് എന്താവും? മൈനസ് ആയിട്ട് മാറും, അഥവാ 10 - 10 എന്നായിട്ട് മാറും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയിട്ടും മാറും, പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയിട്ടും മാറും. അത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതമാണ്. ആറാമത്തെ ചോദ്യം, a² - b² = a + b ഇൻറ്റു a - b. ഓക്കെ, എ ചോദ്യം 146² - 145² എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇതിനെ എഴുതി നോക്കാം. എങ്ങനെ എഴുതാം? നമുക്ക് 146 + 145 ഇൻറ്റു 146 - 145. ഓക്കെ, സമം എത്ര വരും? 291 ഇൻറ്റു 1 എന്ന് വരും. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 291 തന്നെയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മുകളിൽ കൊടുത്ത സർവ്വസമവാക്യം ഉപയോഗിച്ച് 31 ഇൻറ്റു 29 കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 31 ഇൻറ്റു 29 എന്നുള്ളത്, അതിനെ നമുക്ക് ആദ്യം 30 + 1 ഇൻറ്റു 30 - 1. ഓക്കെ, ഇനി ഈ 30 ഇൻറ്റു 1 30² - 1² എന്നെഴുതാം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 899 ഉത്തരമായിട്ട് വരും. ഓക്കെ, മനസ്സിലായില്ലേ? ഇതേ സമവാക്യം, ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് കാണേണ്ടത്. ഇനി ഏഴാമത്തേത്, ഒരാൾ 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 20,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വർഷത്തെയും പലിശ നമ്മൾ കണക്കാക്കണം അല്ലേ? അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒരാൾ 10% നിരക്കിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. എങ്ങനെയായിരുന്നു കൂട്ടുകാരെ അത്? P ഇൻറ്റു 1 + r ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100². ഓക്കെ, ഇത് പഠിച്ചിട്ടുണ്ട്. ഇവിടെ P എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ആണല്ലേ? അപ്പോൾ 20,000 എന്നിട്ട് 1 + r എന്ന് പറയുന്നത് എത്രയാണ്? 10% 10 ഇൻറ്റു 100². അപ്പോൾ എത്രയാണ്? 20,000 110 ഡിവൈഡഡ് ബൈ 100². ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇൻറ്റു ചെയ്താൽ മാത്രം മതി. അപ്പോൾ എത്ര കിട്ടും? 20,000 ഇൻറ്റു 110 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? ഇൻറ്റു വീണ്ടും എന്താണ്? 110 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുന്നത്. അപ്പോൾ 24,200 രൂപയാണ് അയാൾക്ക് 2 വർഷം കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇത് നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വർഷത്തെ പലിശ, രണ്ടാമത്തെ വർഷത്തെ പലിശ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒന്നും കൂടി ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, മറ്റേത് ഒന്നും കൂടെ സമയമെടുത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ, അത് വേറെ.
ഇനി അടുത്തത് 8ാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. ചിത്രത്തിൽ PQRS എന്ന് പറയുന്നത് ചതുർഭുജമാണ്. QS എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ, PA എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, PR എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിനെ നമുക്ക് ആദ്യം മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഒന്നും കൂടെ നോക്കാം ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് എന്ന്. QS എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. എവിടെയാണ് QS? ഇതാണ് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി അടുത്തതോ PA എന്ന് പറയുന്നത്, ഇത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് PR തന്നിട്ടുണ്ട്. PR എന്ന് പറയുന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. ഇനി ത്രികോണം PQSൻ്റെയും ത്രികോണം RQSൻ്റെയും ഉയരങ്ങളുടെ തുക എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് PQS എന്ന് പറയുന്നത്? PQS അല്ലേ? PQS ഇതാണ്. ഇതിൻ്റെയും അതുപോലെ തന്നെ QRS ഇതിൻ്റെയുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താം? അപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ട് ഉയരം നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? ഈ 4 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 5 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഉയരങ്ങളുടെ തുക നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 5 × 4 എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി ചതുർഭുജം PQRSൻ്റെ അഥവാ PQRSൻ്റെ ഇതിൻ്റെ എന്ത് കാണണം? പരപ്പളവ് കാണണം. നമുക്കറിയാം പരപ്പളവ് എന്ന് പറയുന്നത് അര ഇൻറ്റു നീളം ഇൻറ്റു വീതിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അര എഴുതാം. അര ഇൻറ്റു നീളം എന്ന് പറയുന്നത് QS ആണ്. QS എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. പിന്നെയോ നീളവും വീതിയും രണ്ടും 2 ആണ്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എഴുതണം. AB + PR എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതണം. ഓക്കെ, AB + BR ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് നോക്കി എഴുതണം. അപ്പോൾ അര ഇൻറ്റു എത്രയാണ്? 10 × 9 ഇത് രണ്ടും തമ്മിലുള്ളത് എത്രയാണ്? നമ്മൾ പറഞ്ഞത് 9 ആണല്ലേ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 45 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഈ ചതുരശ്ര തെറ്റിക്കരുത്, അതാണ് അതിൻ്റെ അളവ് എന്ന് പറയുന്നത്. ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിട്ട് വരും. ഇനി അടുത്തത് നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. A ആണ്. -1² എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് കൂട്ടുകാരെ? എത്രയാണ്? നമുക്കറിയാം -1 ആണല്ലേ. അതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ്? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ +1 ആയിട്ട് മാറും. ഇനി y = x² + 5 ആണ്. x = -1 ആയാൽ വൈയുടെ വില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയാണ്? y = -1² + 5 എത്രയാണ്? 1 + 5. ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 1 + 5 എന്ന് പറയുന്നത് 6 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ 6 ആയിട്ട് ഉത്തരം എന്ന് പറയുന്നത്. ഇനി 10 ഗണിതശാസ്ത്ര ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലഭിച്ച സ്കോറുകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണം കുട്ടികളാണ് കൂട്ടുകാരെ പങ്കെടുത്തിട്ടുള്ളത്? നോക്കൂ, 20 × 25. അപ്പോൾ എത്രയാണ്? 25 കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 25 കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. തന്നിരിക്കുന്ന പട്ടികയിൽ 1ാം സ്ഥാനം ലഭിച്ച കുട്ടികളുടെ സ്കോർ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇവിടെ 1ാം സ്ഥാനം ലഭിച്ചിട്ടുള്ളത് ഏത് വിഭാഗത്തിലാണ്? 1 ഇവിടെയാണ്. 20 25 അല്ലേ. അപ്പോൾ അവിടെ 20 25 എന്ന് എഴുതി കൊടുക്കുക. ഇനി സ്കോർ 10ൽ കൂടുതൽ കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്രയാണ്? എത്ര എണ്ണമാണ്? ഇവിടെ 25 23 17 11 എത്രയാണ്? ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി നോക്കിയാൽ മതി. എത്ര കൂട്ടി നോക്കണം? 11 + 5 + 1 എത്രയാണ്? 17. അപ്പോൾ എത്ര കുട്ടികളാണ് കൂട്ടുകാരെ? 17 ആണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 17. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. 11ാമത്തെ ചോദ്യമാണ്. ചിത്രത്തിൽ ABCD ഒരു ചതുരമാണ്. ഓക്കെ, AB എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ, AD എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, AB എന്ന് പറയുന്നത് CQ = 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ളത് നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം ആദ്യം. അപ്പോൾ ഇവിടെ AB എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ AD എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ ABPQ ഇത് മേലത്തെയും ഇത് രണ്ടും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. 2 സെൻറ്റിമീറ്റർ ആണെന്ന് നമ്മളടുത്ത് തന്നിട്ടുണ്ട്. ഇനി
BPQD എന്നീ വരകൾ തമ്മിലുള്ള ലംബ ദൂരം എത്രയായിരിക്കും? അഥവാ ഇവിടെ ഒരു ലംബം വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ദൂരം എത്രയായിരിക്കും? ഈ ദൂരം തന്നെയായിരിക്കും അല്ലേ? അഥവാ 4 സെൻറ്റിമീറ്റർ തന്നെയാണ്, 4 സെൻറ്റിമീറ്റർ. BPയുടെ നീളം എത്രയാണ്? ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ള നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തം 7 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ 7 സെൻറ്റിമീറ്ററിൽ നിന്നും ഇതിൻ്റെ ദൂരമായ 2 സെൻറ്റിമീറ്റർ കുറക്കണം. അപ്പോൾ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. ഇനി സമാന്തരികം BPQDയുടെ പരപ്പളവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയായിരിക്കും പരപ്പളവ് എന്ന് പറയുന്നത്? ഈ 4ഉം അതുപോലെ തന്നെ 5ഉം തമ്മിൽ 5 × 4 നോക്കിയാൽ മതി. 5 × 4 എന്ന് പറയുന്നത് 20 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി 12 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 4 സ്കോർ വീതമാണെന്നാണ് തന്നിട്ടുള്ളത്. തന്നിരിക്കുന്ന അളവുകളിൽ ലംബകം PQRS വരയ്ക്കാനാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഈ ഒരു PQRS ഇതേ അളവ് എടുത്തുകൊണ്ട് വരയ്ക്കേണ്ടതാണ്. ഓക്കെ, ആദ്യം 7 സെൻറ്റിമീറ്റർ താഴെ എടുത്തിട്ട് വരയ്ക്കുക. അവിടെ നിന്നും 70 ഡിഗ്രി കോണളവ് അടയാളപ്പെടുത്തി ഇങ്ങോട്ട് വരയ്ക്കുക. അത് 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഇവിടെ കോണളവ് എടുക്കുക, അതും വരയ്ക്കുക. നേരെ രണ്ടും കൂടെ യോജിപ്പിക്കുക. ഇനി ചിത്രത്തിൽ ABCD ചതുർഭുജമാണ്. കോൺ D എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. ഓക്കെ, കോൺ D എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. ഇനി കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് മൊത്തം എത്രയാണ് കൂട്ടുകാരെ? 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 80 കുറക്കണം. അപ്പോൾ എത്രയാണ്? 180 ഡിഗ്രി ആയിരിക്കും. ഇനി കോൺ A, കോൺ B, കോൺ C എന്നീ അളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 1:1:2 ആയാൽ കോൺ A, കോൺ B, കോൺ C എന്നിവ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് കോൺ A ആദ്യം കണക്കാക്കാം അല്ലേ. കോൺ A ഈക്വൽ ടു എന്ത് ചെയ്യാം? 280 × 1/4 എന്ന് കണക്കാക്കാം. എത്രയാണ്? 70 ഡിഗ്രി എന്ന് കിട്ടും. 70 ഡിഗ്രി. ഇനി കോൺ B ആണ്. കോൺ B എന്ന് പറയുന്നതും ഇതേപോലെ 180 × 1/4 എന്ന് കൊടുത്താൽ 70 ഡിഗ്രി എന്ന് കിട്ടും. ഇനി കോൺ C എന്ന് പറയുന്നത് 2 ആണല്ലേ. അപ്പോൾ കോൺ C ഈക്വൽ ടു 180 × 2/4 ആണ്. ഓക്കെ, 2 ആണ് ഇതിൻ്റെ അംശം എന്ന് പറയുന്നത്. 2/4 ആണ്, അഥവാ 140 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോൺ A എന്ന് പറയുന്നത് 170 ഡിഗ്രി, കോൺ B എന്ന് പറയുന്നത് 70 ഡിഗ്രി, കോൺ B എന്ന് പറയുന്നത് 70 ഡിഗ്രി, കോൺ C എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. ഇനി അടുത്ത 14ാമത്തെ ചോദ്യമാണ് നോക്കാനുള്ളത്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 40 ഏകദിന മത്സരത്തിൽ നേടിയ റൺസ് ചുവടെയുള്ള പട്ടികയിൽ തന്നിരിക്കുന്നു. ആവർത്തി ചതുരം അഥവാ ഹിസ്റ്റോഗ്രാം വരക്കാനാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഹിസ്റ്റോഗ്രാം വരക്കാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് അടയാളപ്പെടുത്തണം? ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ഇതേപോലെ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ 0 ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യണം? 20, 40, 60, 80, 100, 120 വരെ അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഇങ്ങോട്ട് 2, 4, 6, 8 എന്നുള്ള രീതിയിലും അടയാളപ്പെടുത്തുക. ഓക്കെ, എന്നിട്ട് ആദ്യത്തെ എവിടെ വരും? 20 വരെ ഉള്ളതിൽ 5ലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം ഇതേ റേഞ്ചിൽ വരും. ഇനി 40ൽ നോക്കൂ, 40 7ലാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഇതേ റേഞ്ചിൽ, ഇവിടെ നിന്നല്ല ഇങ്ങനെ വരും. ഇനി അടുത്തത് 60 വരുന്നത് 6ലാണ് അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം 60 to 80 വരുന്നത് 12ലാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ ഇതേ അളവിൽ നിങ്ങൾ ഓരോന്നാക്കി നോക്കിയിട്ട് ഇങ്ങനെയാണ് ഏകദേശം നിങ്ങളുടെ ഗ്രാഫ് വരുന്നത്. ഇതേ രീതിയിലായിരിക്കും. ഇവിടെ എഴുതേണ്ടത് റൺസുകൾ എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ എഴുതേണ്ടത് എന്താണ്? മത്സരങ്ങളുടെ എണ്ണം എന്നതും എഴുതി കൊടുക്കുക. ഓക്കെ, ഇത് ഇവിടെയും എഴുതി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഉത്തരം കിട്ടും. ഹിസ്റ്റോഗ്രാം എന്തായാലും വരക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമുക്ക് 15ാമത്തെ ചോദ്യമാണ്. പട്ടിക പൂർത്തിയാക്കാനാണ് 15ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? -6 ആണ്. വൈ എന്ന് പറയുന്നത് -3 ആണ്. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് 6 × 3 ആയിരിക്കും, അഥവാ 18 ആയിരിക്കും. ഇനി എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത്
3 ആയിരിക്കും. ഇനി എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് -9 ആയിരിക്കും. അതുപോലെ തന്നെ എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തത് ഒരു സമഭുജ സാമാന്തരികത്തിൻ്റെ പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും അതിൻ്റെ ഒരു വികരണത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററുമാണ്. സമഭുജ സാമാന്തരികത്തിൻ്റെ രണ്ടാമത്തെ വികരണത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? നമുക്ക് എങ്ങനെ ഇത് കാണാൻ പറ്റും? നമുക്ക് 1/2 1/2 ഇൻറ്റു 6 ഇൻറ്റു എത്രയാണ്? 12 ആണല്ലേ. അപ്പോൾ ഇതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഒരു അളവിൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിലെ ബി ചോദ്യം ഈ അളവുകൾ ഉപയോഗിച്ച് സമഭുജ സാമാന്തരികം വരയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സമഭുജ സാമാന്തരികം ഇതേപോലെ ഒന്ന് വരച്ചു നോക്കുക. ഈ ഒരു അളവിൽ നിങ്ങളൊന്ന് വരച്ചു നോക്കുക. 6 സെൻറ്റിമീറ്റർ നീളം എടുത്ത് ആദ്യം 6 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ലംബം അതിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുക. ഇത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇത് 2 സെൻറ്റിമീറ്റർ. എന്നിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്ന് ഇതേപോലെ ഏകദേശം രൂപം ആയിട്ട് വരും. ഇനി 17ാമത്തെ നോക്കാം. ചിത്രത്തിൽ ABCD സമപാർശ്വലംബകമാണ്. AB എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ ആണ്. CD എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. AD എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് നോക്കാം. AB എന്ന് പറയുന്നത് എത്രയാണ്? 13. അതുപോലെ CD എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. AD എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. AE എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടെത്താം നമുക്ക്? 13 - 7 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി DE എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി പാർശ്വലംബകം ABCയുടെ പരപ്പളവ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പരപ്പളവ് കണ്ടെത്താൻ എന്താണ്? 1/2 ഇൻറ്റു 13 പ്ലസ് 7 ഇൻറ്റു എത്രയാണ്? 4 നീളം ഇൻറ്റു വീതി നോക്കണം. അപ്പോൾ 40 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് വരും. ഇനി അടുത്തത് 18ാമത്തെ ചോദ്യമാണ് നോക്കാനുള്ളത്. തന്നിരിക്കുന്ന പാറ്റേണിലുള്ള ഗണിതാശയം മനസ്സിലാക്കി തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഇവിടെ 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ സമം 9 - 1 സമം 4 ഇൻറ്റു 2 ആണ്. ഇതേപോലെ നോക്കുമ്പോൾ പാറ്റേണിൽ അടുത്ത വരി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. എത്രയായിരിക്കും അടുത്ത വരി എന്ന് പറയുന്നത്? 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ സമം 49 - 25 = 4 ഇൻറ്റു 6 ആണ്. ഇനി അടുത്തത് B 9 സ്ക്വയർ മൈനസ് 7 സ്ക്വയർ = എത്രയാണ്? ഡാഷ് 8 കൊടുത്തിട്ടുണ്ട്. ഇൻറ്റു 8 എത്രയാണ്? 4 ഇൻറ്റു 8 ആണ്. ഇനി 15 സ്ക്വയർ ഡാഷ് 4 ഇൻറ്റു 4 എത്രയാണ്? 15 സ്ക്വയർ മൈനസ് 13 സ്ക്വയർ = 4 ഇൻറ്റു 14 ആണ്. ഇനി x+1 ഹോൾ സ്ക്വയർ മൈനസ് x - 1 ഹോൾ സ്ക്വയർ = എത്രയാണ്? 4 ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.